നമസ്കാരം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ചൊല്ല് പൊതുവെ മലയാളത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ അങ്ങനെ തോൽവി അടഞ്ഞതിന് ശേഷം അമ്മയോട് എന്ന് പൊതുവെ പറയെങ്കിലും നാട്ടിൽ അമ്മയോടെന്ന് മാത്രമല്ല കണ്ടവരോടെല്ലാം കലിപ്പ് തീർക്കുന്ന ചില ആളുകളുണ്ട്. നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളോട് തന്നെ അത് അമ്മ മാത്രമല്ലല്ലോ, എല്ലാവരും ഉള്ള ആളുകളോടൊക്കെ കലിപ്പ് തീർക്കുന്ന ചിലരുണ്ട്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി. യുഎസിനെ മുൻനിർത്തി ഇറാൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട് പണ്ടാരടങ്ങി നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിലാണെങ്കിൽ തെരഞ്ഞെടുപ്പും വരുന്നു. ഇനി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് സർവേകളുടെയും പ്രവചനങ്ങളുടെയും ഒക്കെ പ്രളയം കൂടിയായതോടെ നെതന്യാഹു അന്തിച്ചിരിപ്പിയ ഇരിപ്പാണ്. ഒടുക്കം തങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്ന ബ്രിട്ടന് നേരെ അങ്ങാടിയിൽ തോറ്റതിന് ബ്രിട്ടനോട് സകല കലിപ്പും തീർത്ത് അടുത്ത കുരുക്കിൽ അകപ്പെടുകയും ചെയ്തു ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിൻ്റെ പരക്കം പാച്ചിലിനെ പറ്റിയാണ് ഈ വീഡിയോ. ആദ്യം ബ്രിട്ടനെതിരായി നടത്തിയ അധിക്ഷേപവും വിവാദവും എന്താണ് എന്ന് നോക്കാം. ആൻഡി ബൺഹാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായതോടെയാണ് നെതന്യാഹുവിൻ്റെ കലിപ്പ് പരസ്യമാക്കപ്പെട്ടത്. അതുവരെ ബ്രിട്ടൻ സ്വീകരിച്ച പല നിലപാടുകളോടും കടുത്ത വിയോജിപ്പുള്ള ആളായിരുന്നു ബ്രിട്ടനിൽ ബൺഹാം. അദ്ദേഹം പിന്നീട് ഈ ഗാസയിലടക്കം നെതന്യാഹുവിൻ്റെ ഇടപെടൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ എത്തിയ നേതാവാണ്. അത് സ്വീകരിക്കപ്പെട്ടു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹം വന്നതോടുകൂടി ഇസ്രായേലിനോടുള്ള സമീപനത്തിലും പരസ്യമായി തന്നെ ചില വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈ ബേൺഹാമിൻ്റെ വരവോടെ ഇസ്രായേലും നെതന്യാഹുവും ഗാസയിലും ഇറാനിലും നടപ്പാക്കുന്ന ലൈസൻസ് ഇല്ലാത്ത യുദ്ധാസക്തി അപ്പാടെ സ്വീകരിക്കുന്ന പഴയ നിലപാടിലേക്കല്ല ബ്രിട്ടൻ പോയത്. അത് ചെറിയ കർഷനോടുകൂടി മാനുഷികമായ ആധുനിക ലോകത്തിന് സ്വീകാര്യമായ നിലയിലേക്ക് ബ്രിട്ടൻ മാറുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ സാഹചര്യത്തിലാണ് ഇറാൻ യുദ്ധത്തിൻ്റെ ഏറ്റവും ദുരന്താത്മകമായ അവസ്ഥയിലേക്ക് തള്ളപ്പെട്ട നെതന്യാഹു ബ്രിട്ടന് നേരെ കലി തീർത്തത്. അതോടെ കാര്യങ്ങൾ കൈവിട്ടു. ബ്രിട്ടനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ ആർമി റേഡിയോയുടെ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ രംഗത്ത് വന്നതാണ് പ്രശ്നമായത്. എന്താണ് അതിൽ നടന്നത്? ബ്രിട്ടൻ ആണവായുധമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആകും എന്നായിരുന്നു പരിഹസിച്ചുകൊണ്ടുള്ള ആ പ്രസ്താവന. ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ യുദ്ധത്തിലെ അനീതിക്കെതിരായും നെതന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടപെടൽ സമാധാനത്തിന് വിഘാതമുണ്ടാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ വാർത്തകൾ നിരന്തരം വരുന്നുണ്ടായിരുന്നു. ഇതിൽ നെതന്യാഹുവിന് കടുത്ത രോഷമുണ്ടായിരുന്നു. യുദ്ധകാലത്ത് ഇസ്രായേലിൻ്റെ കുടില ബുദ്ധി പലപ്പോഴും പൊളിഞ്ഞു പോയത് ഇത്തരം പാശ്ചാത്യ മാധ്യമങ്ങളിലെ തന്നെ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അതാണ് നെതന്യാഹുവിന് രോഷം വരാൻ കാരണം. ഇതെല്ലാം ബ്രിട്ടൻ്റെ പുതിയ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ തുടർച്ചയാണ് എന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു അത്രേ. US സമാധാനത്തിലേക്ക് നീങ്ങുമ്പോൾ പോലും അത് തകർക്കാൻ ഇസ്രായേൽ നടപടികൾ കൈക്കൊണ്ടു. ഇക്കാര്യത്തിൽ ഒടുവിലത്തെ സംഭവവികാസമായിട്ടാണ് ബ്രിട്ടൻ നെതന്യാഹു ഫൈറ്റ്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള എതിർപ്പ് രൂപപ്പെട്ടതും അതിൻ്റെ സംഘർഷാത്മകമായ പരിണാമവുമാണ് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്. ഉള്ളിലെ കലിപ്പ് അതുകൊണ്ട് തന്നെ പരസ്യമാക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് പറഞ്ഞതിലൂടെ ഇസ്ലാമിനെതിരായ പാശ്ചാത്യ രാജ്യങ്ങളുടെ പഴയ തരത്തിലുള്ള ഒരു ഇസ്ലാമോഫോബിയ കാഴ്ചപ്പാടിനെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അരനൂറ്റാണ്ടിലേറെ മുമ്പ് ഇസ്രായേലിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്തിരുന്ന റാൻഡോൾഫ് അടക്കമുള്ള ബ്രിട്ടീഷ് മാധ്യമങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇന്നത്തെ ബ്രിട്ടനെ വിമർശിച്ചുകൊണ്ടാണ് നെതന്യാഹു ആ ചോദ്യം ചോദിച്ചത്. എന്നിട്ട് ഇന്ന് റാൻഡോൾഫ് പോലെയുള്ള എത്ര പത്രങ്ങളെ, മാധ്യമങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താനാവും? ഇന്ന് അതുപോലെയുള്ള ബ്രിട്ടനെ നിങ്ങൾക്ക് എവിടെ കണ്ടെത്താനാകും? ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ബ്രിട്ടനിൽ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അഭിമുഖത്തിൽ. അപ്പോൾ അവതാരകൻ ചോദിക്കുന്നു, യൂറോപ്പ് മുഴുവൻ അങ്ങനെയല്ലേ? നെതന്യാഹു മറുപടി നൽകിയാതെ. എന്നാൽ ഒരാൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആണവായുധമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ ആയിരിക്കും എന്ന്. ഈ പരാമർശമാണ് വിവാദത്തിന് കാരണമായത്. കാരണം ബ്രിട്ടനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതും പാശ്ചാത്യ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഇസ്ലാമോഫോബിക് പ്രചരണങ്ങളുമായി സാമ്യമുള്ളതും ആണ് എന്നുള്ള വിമർശനമായിരുന്നു. കൂടാതെ ഒരു ചരിത്രപരമായ വസ്തുതയും അവിടെ നെതന്യാഹു ഇല്ലാതെ വ്യാജമായി പറയുന്നു. അതായത് ആദ്യ ഇസ്ലാമിക് ആണവശക്തി പാകിസ്ഥാനാണല്ലോ. അദ്ദേഹം പരിഹാസമായിട്ടാണ് പറഞ്ഞതെങ്കിലും അങ്ങനെ ഒരു വസ്തുത അവിടെയുണ്ട്. 98-ൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ ഇറാൻ വരുമ്പോഴാണ് വലിയ പ്രശ്നം ഉണ്ടായത്. എന്തുകൊണ്ടാണ് നെതന്യാഹു ബ്രിട്ടനോട് ഇത്ര രൂക്ഷമായി പ്രതികരിക്കുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് വെറും ഒരു വാക്തർക്കമല്ല. ബ്രിട്ടൻ്റെ വിദേശ നയത്തിൽ കഴിഞ്ഞ കാലയളവിൽ ഇസ്രായേലിനോടുള്ള വിമർശനം വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ പ്രധാനമന്ത്രി ആൻഡി ബൺഹാം അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടൻ്റെ മുൻ മിഡിൽ ഈസ്റ്റ് നയത്തെ അദ്ദേഹം വിമർശിച്ചിരുന്നു. ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിയോടുള്ള ലേബർ പാർട്ടിയുടെ ആദ്യ പ്രതികരണം ശരിയായിരുന്നില്ല എന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി കാര്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അന്ന് ഇസ്രായേൽ സർക്കാരിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും എന്നും അദ്ദേഹം വിശദമാക്കി. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുക, വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നിരോധിക്കുന്ന കാര്യം പരിഗണിക്കുക തുടങ്ങിയ നടപടികളും അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതായത് നെതന്യാഹുവിൻ്റെ സകല തോന്നിവാസങ്ങളെയും കണ്ണും പൂട്ടി അംഗീകരിച്ചതിനെ വാഴ്ത്തിപ്പാടുന്ന ബ്രിട്ടനല്ല, അതിൽ നിന്ന് മാറ്റം വരുന്നു എന്ന് നെതന്യാഹുവിന് മനസ്സിലായി തുടങ്ങി. പഴയതുപോലെ ഇസ്രായേലിൻ്റെ ഓരോ സൈനിക നീക്കത്തിനും നയതന്ത്ര പിന്തുണ നൽകുന്ന ബ്രിട്ടനല്ല എന്നർത്ഥം. ഇറാനെതിരായ യുദ്ധത്തിൽ സൈനികമായി വലിയ നേട്ടം ട്രംപും നെതന്യാഹുവും
അവകാശപ്പെടുമ്പോഴും ഇറാന്റെ പ്രതിരോധം അതൊന്നും വസ്തുതയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഇറാനിൽ ആഭ്യന്തരമായി ജനത വലിയ സമ്മർദ്ദങ്ങളിലാണ് എന്നുള്ളത്, സാമ്പത്തിക പ്രതിസന്ധി അടക്കം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ യുദ്ധപ്രതിരോധത്തിൽ ഇറാൻ ശക്തമായി നിൽക്കുന്നു. അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങോടെ ജനതയെ ഐക്യത്തോടെ നിലനിർത്താനും ഭരണ നേതൃത്വത്തിന് ആയി. ഇതിന്റെ തുടർച്ചയായി യുഎസും ട്രംപും സമാധാന ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇസ്രായേൽ യുദ്ധം തുടരാൻ നടത്തുന്ന നീക്കങ്ങളോട് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലും എതിർപ്പിലാണ്. ബ്രിട്ടൻ ഇപ്പോൾ ശക്തമായ നയതന്ത്ര നീക്കങ്ങളിലേക്കും കടക്കുന്നു. ഇത് നെതന്യാഹുവിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഹോർമുസ് ഇപ്പോഴും യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദുവാണല്ലോ. എണ്ണവിലയും ഇന്ധനവിലയും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ ചിലർ ഇസ്രായേലിന്റെ യുദ്ധനയത്തെ കൂടുതൽ തുറന്നു പറഞ്ഞ് വിമർശിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടനെതിരെ നെതന്യാഹു തിരിഞ്ഞത് യുദ്ധരംഗത്തെ സമ്മർദ്ദം നയതന്ത്ര രംഗത്തെ ഏറ്റുമുട്ടലായി മാറുന്നതിന്റെ ആരംഭമാണ്. നെതന്യാഹുവിന്റെ പ്രയോഗത്തിന് വ്യക്തമായ മറുപടിയുമായി ബ്രിട്ടൻ ഉടനടി രംഗത്തെത്തുകയും ചെയ്തു. സൈലന്റ് ആയിരുന്നില്ല അവർ. ഈ പരാമർശങ്ങൾ പൂർണ്ണമായും അസ്വീകാര്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇക്കാര്യം ഞങ്ങൾ ഇസ്രായേൽ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഇത് വെറും മാധ്യമ പ്രസ്താവനയല്ല. ഒരു പ്രധാന സഖ്യരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ ഔദ്യോഗികമായി പ്രതിഷേധിച്ചിരിക്കുകയാണ്. ഇതോടെ ഇത് തുറന്ന നയതന്ത്ര ഏറ്റുമുട്ടലായി മാറി. ഇസ്രായേലിനകത്തും നെതന്യാഹുവിനെതിരെ കടുത്ത വിമർശനം ഈ പരാമർശത്തെ മുൻനിർത്തി ഉയർന്നു. കാരണം ബ്രിട്ടനെതിരായ വിമർശനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ഇസ്രായേലുമായി ഒപ്പം എല്ലാ കാലത്ത് നിന്ന മുന്നനുഭവങ്ങളാണ് ഇസ്രായേലിലുള്ളത്. ഇസ്രായേൽ പ്രതിപക്ഷമായ ഡെമോക്രാറ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട അവി ദാബുഷ് നെതന്യാഹുവിനെ വിമർശിക്കുകയും ചെയ്തു. ഇസ്രായേൽ നേരിടുന്ന അന്താരാഷ്ട്ര ഒറ്റപ്പെടലിന്റെ സമയത്ത് ഒരു പ്രധാന സഖ്യരാജ്യത്തെ തന്നെ പരിഹസിക്കുന്നത് നയതന്ത്ര പരാജയത്തിന്റെ ഉദാഹരണമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഇസ്രായേലിന്റെ യുദ്ധം പുറത്തുനിന്നുള്ള വിമർശനത്തിൽ മാത്രമല്ല, രാജ്യത്തിനകത്തും രാഷ്ട്രീയ ചർച്ച, വിമർശനം ഒക്കെ ഉയരുകയാണ്. പ്രസ്താവന വലിയ വിമർശനങ്ങൾ വരുത്തിവെച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നെതന്യാഹുവിന് എതിരായ ഒരു വികാരവും ഉയർത്തിവിട്ടു. നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ ഒരു കൂട്ടുകാരനെ അധിക്ഷേപിക്കുന്നതിന് സമാനമായിട്ടാണ് അവിടെ ആളുകൾ ചിത്രീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്രായേലിൻ്റെ അടുത്ത സുഹൃത്തായ ബ്രിട്ടനെ വരെ വെറുപ്പിച്ചു എന്നുള്ള നിരീക്ഷണത്തിലേക്ക് അവരെത്തി. എന്നാൽ നെതന്യാഹു ക്യാമ്പ് ഈ പ്രയോഗം JD വാൻസിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് രംഗത്തെത്തി. നേരത്തെ തുടക്കത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചു അഭിമുഖത്തിലെ ഭാഗം. അവിടെ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ബ്രിട്ടൻ ആണവായുധം സ്വന്തമാക്കുന്ന ആദ്യത്തെ ട്രൂലി ഇസ്ലാമിസ്റ്റ് കൺട്രി ആകാൻ സാധ്യതയുണ്ടെന്ന് മുമ്പ് JD വാൻസ് പറഞ്ഞ ആ പ്രസ്താവനയിലേക്കാണ് അവരെത്തുന്നത്. നെതന്യാഹു ഇപ്പോൾ അതേ ആശയം വീണ്ടും ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് മാൻസർ വിശദീകരിച്ചു. അതായത് നെതന്യാഹു സ്വന്തം ആശയം മാത്രമല്ല, വാൻസിന്റെ പഴയ പരാമർശവും ഉദ്ധരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമില്ല എന്നാണ് ഇസ്രായേൽ വക്താവ് വാദിക്കുന്നത്. ഇറാൻ യുദ്ധം, ബ്രിട്ടനുമായുള്ള ഏറ്റുമുട്ടൽ, US-ലെ എതിർവികാരം തുടങ്ങി പലവിധ സമ്മർദ്ദങ്ങളിൽ പെട്ട് ഇസ്രായേൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തരമായും നെതന്യാഹു കുരുക്കിലാണ് എന്നർത്ഥം. ഇതിനിടെ ജൂതവിരുദ്ധ പ്രചരണങ്ങൾ പ്രധാന അജണ്ടയായി മാറുന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്രായേൽ അനുകൂല നിലപാടെടുക്കുന്ന വിദേശ രാജ്യങ്ങളുടെ നേതൃത്വങ്ങളുടെ പിന്തുണ എല്ലാ കാലത്തും ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ബ്രിട്ടനോട് യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്രംപും നെതന്യാഹുവിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ നെതന്യാഹുവിന് വേണ്ടി പരസ്യമായി ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ള ട്രംപ് ഇത്തവണ വിട്ടു നിൽക്കുകയാണ്. US മാധ്യമമായ ആക്സിയോസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഇതിന് കാരണമെന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ആഴ്ചകളിൽ ട്രംപിനോട് 4 തവണ ചോദിച്ചിരുന്നു അത്രേ. ഓരോ തവണയും അദ്ദേഹം അത് വ്യക്തമാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ നേരെ പോ എന്നുള്ള ഉത്തരം ട്രംപ് എല്ലാ കാലത്തും പറഞ്ഞിരുന്നു. 2 ആഴ്ച മുമ്പ് ഓവൽ ഓഫീസിൽ വെച്ച് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ട്രംപ് ഒക്ടോബർ 27 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ചോദിച്ചതായും റിപ്പോർട്ടുണ്ട്. ഈ ഘട്ടത്തിൽ മറുപടി പറയാൻ നെതന്യാഹു മടിച്ചു നിന്നു എന്നാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹു മടിച്ചു നിന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ ട്രംപിന് നൽകിയ മറുപടി, മിസ്റ്റർ പ്രസിഡന്റ്, അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതേസമയം നെതന്യാഹുവിൻ്റെ പാർട്ടി പരാജയപ്പെടും എന്നാണ് ഇസ്രായേലിലെ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ഇത് ട്രംപിന് മുന്നിൽ എത്തിയിട്ടുണ്ടത്രേ. നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ സഖ്യത്തിന് 49 മുതൽ 53 വരെ സീറ്റുകളാണ് സർവേകൾ പ്രവചിക്കുന്നത്. നിലവിൽ 68 സീറ്റുകളുടെ പിന്തുണയിലാണ് നെതന്യാഹു ഭരിക്കുന്നത്. സർക്കാർ രൂപീകരിക്കാൻ 61 സീറ്റുകളാണ് വേണ്ടത്. എന്നാൽ ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് 67 മുതൽ 70 സീറ്റ് വരെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. 61 സീറ്റ് മതി, പക്ഷേ പ്രതിപക്ഷത്തിന് 67 മുകളിൽ 70 വരെ കിട്ടും എന്നാണ് പ്രവചനങ്ങൾ. അതായത് നിലവിലെ സാഹചര്യത്തിൽ പ്രവചനങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നിഗമനങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ നെതന്യാഹുവിന് ഒരു സാധ്യതയും ഇല്ല.
നെതന്യാഹുവിൻ്റെ പ്രധാന എതിരാളിയും മുൻ ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവിയുമായ ഗാഡി ഐസൻകോട്ടിനാണ് നെതന്യാഹുവിനേക്കാൾ ജനപ്രീതി എന്നാണ് സർവേകൾ പറയുന്നത്. കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും അറബ് ഇസ്രായേലി പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ എതിരാളികൾ സർക്കാർ രൂപീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തടയാൻ, അതിനാവശ്യമായ വോട്ടുകൾ ഉറപ്പാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ശ്രമങ്ങൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആരുടെ? നെതന്യാഹുവിൻ്റെ എന്നാണ് പറയുന്നത്. ആ ശ്രമം വിജയിച്ചാൽ ഇരുപക്ഷത്തിനും സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വരും. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ മാസങ്ങളോളം നെതന്യാഹുവിന് പിന്നീട് കാവൽ പ്രധാനമന്ത്രിയെ തുടരാൻ കഴിയും. ഈ കുടിലതന്ത്രമാണ് നെതന്യാഹുവിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കൂടുതലാണെന്നും ആക്സിയോസ് പറയുന്നു. ഇതേസമയം ട്രംപ് നെതന്യാഹുവിനെ പിന്തുണയ്ക്കാത്തതിന് പിന്നിൽ ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം സമീപകാലത്തുണ്ടായ ചില അഭിപ്രായ ഭിന്നതകളും കാരണമായിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിൻ്റെ തുടക്ക സമയത്ത് നെതന്യാഹുവിന് ട്രംപും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് സമാധാനത്തിലേക്ക് നീങ്ങിയപ്പോൾ നെതന്യാഹു അതിനെ പാരവെക്കാൻ നോക്കി. ട്രംപിന് പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കി. ട്രംപ് പരസ്യമായി അദ്ദേഹത്തെ ശാസിച്ചത് വാർത്തകളായി പുറത്തു വരികയും ചെയ്തതാണ്. ഈ ഘട്ടത്തിൽ നെതന്യാഹുവിന് എതിരായ വികാരം ആഗോളതലത്തിൽ മാത്രമല്ല ഇസ്രായേലിൽ ആഭ്യന്തരമായും കടുത്ത നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് വാസ്തവം. യൂറോപ്പിൽ നിന്ന് ഉപരോധങ്ങൾ ഉണ്ടാകുമോ? ആൻറ്റി ബേൺഹാമിൻ്റെ നിലപാട് എന്താകും? ട്രംപ് ഇനി എങ്ങനെയാണ് നയതന്ത്രപരമായി തന്നെ നെതന്യാഹുവിനെ കൈകാര്യം ചെയ്യുക? ഇറാൻ യുദ്ധത്തിൽ നിന്ന് സമ്പൂർണ്ണമായും പിൻവാങ്ങാനുള്ള ഏകദേശ നിലപാടിലേക്ക് US എത്തുന്ന ഘട്ടത്തിൽ നെതന്യാഹു അതിന് വിഘാതമായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.